ഇടുക്കി ജില്ലയിലെ സുപ്രധാന ടൂറിസം കേന്ദ്രമായ പൊന്മുടി അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചു. ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. വിശാലമായ നീലത്തടാകത്തിലൂടെ മൂളിപ്പായുന്ന സ്പീഡ് ബോട്ടിലിരുന്ന് ഇനി മുതൽ വിനോദസഞ്ചാരികൾക്ക് പൊന്മുടിയുടെ ദൃശ്യഭംഗി ആവോളം നുകരാം. പച്ചപുതച്ച കുന്നുകളും നിത്യഹരിത വനങ്ങളും തുരുത്തുകളുമെല്ലാം ചേർന്ന കാഴ്ചകൾ നയനാനന്ദകരമാണ്. സംസ്ഥാന വൈദ്യുത ബോർഡിന്റെ ഹൈഡൽ ടൂറിസം വിഭാഗം നടപ്പിലാക്കുന്ന സ്പീഡ് ബോട്ട് സേവനം ഇന്നലെ മുതൽ മരക്കാനം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചു. തടാക തീരത്ത് ലളിതമായി നടന്ന ചടങ്ങിൽ ജീവനക്കാരിൽ നിന്നും ആദ്യ ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ പ്രഥമ യാത്രികനായി. പ്രദേശവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ദീർഘനാളായുള്ള അഭിലാഷമാണ് ബോട്ട് നീറ്റിലിറങ്ങിയതോടെ യാഥാർത്ഥ്യമായത്. ഇടുക്കി ജലാശയത്തില് പെർമനന്റായ ബോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും അത് ആരംഭിക്കുകയും കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പൊന്മുടിയിലൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തേക്ക് ഒരു സുവർണ കാലഘട്ടത്തിന് തുടക്കമാണ് എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ടുള്ളത്. 35 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അണക്കെട്ടിൽ 2 സ്പീഡ് ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഡാം പരിസരം, തോട്ടാപ്പുര, പള്ളിക്കുന്ന്, കള്ളിമാലി വ്യൂ പോയിന്റ്, വള്ളക്കടവ്, മുനിയറയോളി, അമേരിക്കൻ കുന്ന്, ചെറുദ്വീപുകൾ തുടങ്ങിയവ ബോട്ടിങ്ങിലൂടെ അടുത്തു കാണാം. വൈകാതെ തന്നെ അണക്കെട്ടിന് സമീപത്തായി പെഡൽ ബോട്ടിംഗും ആരംഭിക്കും. ഡാം പരിസരത്ത് പൂന്തോട്ടങ്ങൾ, പാർക്ക്, വിശ്രമ കേന്ദ്രങ്ങൾ, ലഘുഭക്ഷണശാലകൾ, സാംസ്കാരിക കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള വേദികൾ തുടങ്ങിയവയും സമീപഭാവിയിൽ ആരംഭിക്കും. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി.